അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവെ, ചെറിയ കടകളൊക്കെ നടത്തുന്നവർ വല്ലാത്ത വലയുന്നുണ്ട് ഈശോയെ. അവർക്ക് ഒന്നും അതിനകത്ത് കിട്ടണില്ല, പക്ഷേ കടങ്ങളാണ് വരണത്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ പാലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞു വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പടി എടുത്തിട്ടുണ്ട് മകനെ, മാതാവ് നമ്മൾ സന്ദർശിക്കുമെന്നാണ്. ആ ഒരു ഒറ്റ ആശയമേയുള്ള അമ്മേ, അതെല്ലാ മക്കളും അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപാസന ആൾത്താരെ ജീവനുടെ പ്രത്യക്ഷ മാതാവ്, സഞ്ചാരി മാതാവ് ആ മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ദൈവത്തിന് തൻ്റെ ഭക്തനോട് ദൈവം സംസാരിക്കും. അത് നമ്മൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന. ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം കേട്ടത്
ഒരു കുഞ്ഞ്, ചെറിയ കൊച്ചാണ്, ചെറിയ കുഞ്ഞല്ല, കുഞ്ഞാണ്, കൊച്ചല്ല, കുഞ്ഞ് 1-2 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഒരു കിഡ്നിക്ക് നീര് വെച്ചിരിക്കണം. അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം. അപ്പം അതിനുവേണ്ടി ഇവർ കിഡ്നി പോകാതിരിക്കാൻ വേണ്ടി അമ്മ കൊച്ചിൻ്റെ ആ നീരുള്ള ഭാഗത്ത് ഉടമ്പടിത്തലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കർത്താവിൻ്റെ കരുണയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ മേത്ത് കത്തിവെക്കണ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി അവർ വിശ്വാസപൂർവ്വം ചെയ്യണമാണ്. അപ്പോൾ ഇവരുടെ ഉടമ്പടി ഒരുവിധം കറക്റ്റായത് കാരണം കർത്താവ് ഇവർക്ക് ഒരു സ്വപ്ന ദർശനം കൊടുക്കും. ദർശനം കൊടുത്ത് പറയണത്, നീ ഇപ്പോൾ വലതുവശത്താണ് തൈലം തേച്ച് പ്രാർത്ഥിക്കണത്, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണത്, പക്ഷെ കുഞ്ഞിൻ്റെ ഇടത് കിഡ്നിക്കാണ് കുഴപ്പമുള്ളതെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ദർശനം കിട്ടിയപ്പോൾ അവൾ സ്കാൻ ചെയ്യുന്ന ഡോക്ടറുടെ അടുത്ത് പോയി. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കിട്ടിയ ദർശനം കറക്റ്റാണ്, ഇടത് കിഡ്നിക്കാണ്. പിന്നെ ഇവർ അവിടെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ആ കുഞ്ഞ് സുഖപ്പെട്ടെന്നാണ് അമ്മയുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കി എന്നെ ഞാൻ ഒരു സെൽഫ് അസസ്മെൻ്റ് നടത്തിയപ്പോൾ ഞാൻ എപ്പോഴും ദൈവികമായ കാര്യങ്ങളെ അതിന് ഒത്തിരിയേറെ അതിന് ഹൃദയമാണ് കൊടുക്കുന്നത്, അല്ലാതെ തലച്ചോറല്ല കൊടുക്കുന്നത്. ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വചന ഹൃദയം കൊണ്ടാണ് മനസ്സിലാക്കണം. അപ്പോൾ ആ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്ന അവരാണ് നമ്മളൊന്ന് മനസ്സിലാക്കിയ ദൈവത്തിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ തല കൊണ്ട് മാത്രമാണ് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡ്രൈ ആയി പോകും. കാരണം ദൈവികമായ കാര്യങ്ങളൊന്നും നമ്മളുടെ ബുദ്ധിക്ക് വശംവദമാകുന്നതല്ല ദൈവിക വിഷയങ്ങൾ. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഹൃദയത്തിന് വശംവദമാകും ദൈവിക വിഷയങ്ങൾ. അപ്പോൾ ഞാനത് കാരണം ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കുന്നത്, ബുദ്ധി കൊണ്ടല്ല. ഇപ്പം നിങ്ങൾക്കും അത് ചില സമയത്ത് പ്രായോഗികമായിട്ട് തോന്നും. ഹൃദയത്തെ വിശ്വസിക്കണം എന്നല്ലേ പറയണത്, റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ. ഇവരിവിടെ ചില ശാസ്ത്രജ്ഞന്മാര്, അതായത് ആത്മീയ ശാസ്ത്രജ്ഞന്മാര് തരികിട പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം എന്ന് പറയുന്നത് ഹോൾ ബോഡിയാണ്, ആനയെ കൂനാന്നൊക്കെ പറയും. അതൊക്കെ തടുതപ്പാൻ വേണ്ടി അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന സങ്കല്പ യാനങ്ങളാണ്. അതല്ല സംഭവം. ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തെ മനസ്സിലാക്കുന്നത് എന്താണ്? സ്നേഹം കൊണ്ടാണ് മനസ്സിലാക്കുന്നത്, വചനത്തെ മനസ്സിലാക്കുന്നത്. അല്ലാതെ അതിൻ്റെ അകത്ത് ലോജിക്ക്, ഇപ്പോൾ യൂറോപ്പിനൊക്കെ പറ്റി ഏറ്റവും വലിയ അബദ്ധമല്ലേ വിശ്വാസത്തെ ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കും. ലോജിക്ക് വേണ്ടത് എന്നിട്ട് എല്ലാവരും പറയും ഇഷ്ടമില്ലാത്ത വിശ്വാസം മുടന്തനാണെന്നൊക്കെ പറയും. പക്ഷേ അതേസമയം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ പറയുന്ന ഒരു വരട്ട് ലോജിക്ക് അതിൻ്റെ ആ ഉടുപ്പ് പാകമാകത്തില്ല. അതെന്താ കാര്യം? ഇപ്പം പരിശുദ്ധാത്മാവൻ മരഗർഭം ധരിച്ചു എന്ത് ലോജിക്കുണ്ടതിനകത്ത്? അത് ദൈവികമായ രഹസ്യങ്ങൾക്ക് ഹൃദയമാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ദൈവികമായ ഹൃദയമാണ്. അതിനെ ലോജിക്കാക്കി ശാസ്ത്രീയമാക്കാൻ വേണ്ടി വർഷങ്ങളോളം ഇങ്ങനെ മനുഷ്യൻ ശ്രമിച്ചിട്ട് അവസാനം സവാള പൊളിക്കണ പോലെ പൊളിച്ച് അവസാനം തുരിയാൻ ഭൂമാനം പറഞ്ഞിരിക്കും. അങ്ങനെയല്ല. പക്ഷെ നീ ഹൃദയം കൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തെ സ്നേഹിച്ചാണ്. എൻ്റെ കർത്താവ് എന്നോടുള്ള സ്നേഹത്താ പ്രതി അവൻ സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്തു. അപ്പോൾ കാര്യം ദൈവത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? ഈ സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്തതാണ്. ഇപ്പോൾ സ്റ്റാറ്റസ് നിങ്ങളൊന്ന് അതുപോലെ കർത്താവിനെപ്പടി നമ്മളൊന്ന് സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്ത് നോക്കി. ഉടമ്പടിയുടെ മഹാവിജയം അതല്ലേ? എന്താ കാര്യം? ഉടമ്പടിയിൽ ഏത് കളക്ടറാണെന്ന് പറഞ്ഞാലും കൃപാസനം പത്രം 10 മനുഷ്യർക്ക്, ഓട്ടോറിക്ഷക്കാർക്ക്, വഴിയിലുമൊക്കെ കൊണ്ടു നടന്ന് കൊടുക്കേണ്ടി വരും. കൊടുക്കാൻ അവർ തയ്യാറാണെന്ന് നമ്മൾ ചോദിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ പറയും. കൃപാസനം അവർക്ക് കണക്ഷൻ ഇല്ല. കൃപാസനം എന്ന് പറയുന്നത് ആരെയും മതപരിവർത്തനത്തിന് വേണ്ടി ഒരുക്കണമല്ല. ഇന്ന് വരെയൊക്കെ അറിയാം ആരെങ്കിലും നമ്മളെ ആശാപ്പെടുത്തിയിട്ടുണ്ട്, അതല്ല. പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കണം. കാരണം ക്രിസ്തു അതിന് മനുഷ്യരാശിയുടെ പൊതു അവകാശമാണ്, തറവാട്ട് സ്വത്താണ്. അപ്പം തറവാട്ട് സ്വത്ത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണത്. ക്രിസ്തുവാരെയും കടിച്ചു തിന്നാനോ വെട്ടിക്കൊല്ലാനോ ഒന്നും വരത്തില്ല. പക്ഷേ എന്താണ്? നമ്മളുടെ എല്ലാ വിഷയവും സ്നേഹത്തിൻ്റെ പരിധി കൊണ്ടുവന്നിട്ട്
മനുഷ്യൻ്റെ ടെൻഷൻ റിലീസ് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും. അത് ചെയ്യുമ്പോൾ വിശ്വാസപ്രമാണം ചങ്കെ കൊണ്ട് ചൊല്ലിയിട്ട് വേണം അത് പ്രയോഗിക്കാൻ. ഇത് വിശ്വാസ പ്രയോഗമെന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പുതിയ ആൾക്കാർ കേൾക്കാം. വിശ്വാസത്തെ ഉടമ്പടിയിൽ നമുക്കറിയാം, വിശ്വാസത്തെ നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാം, വിശ്വാസത്തെ നമുക്ക് പ്രഖ്യാപനമായി മാറ്റാം, വിശ്വാസത്തെ നമുക്ക് പ്രയോഗമായി മാറ്റാം. അപ്പോൾ ഉടമ്പടിയിലാണ് പ്രയോഗവിധികളുള്ളത്. വിശ്വാസത്തെ പ്രയോഗമാകും. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇവർ പറയണത്, ഇവർ PT പരീക്ഷയ്ക്ക് പോകും. ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ, സ്ഥലത്തിൻ്റെ കാര്യം ഇവർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വില്ലേജ് ഓഫീസറിൻ്റെ സാറിനോട് ഇത് കാര്യം പറഞ്ഞു, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. പുള്ളി അവിടെ ഇരുന്നിട്ട് അപ്പം തന്നെ പച്ച മഷി എടുത്തിട്ട് സാങ്ഷനാക്കും. ഓൺ ദി സ്പോട്ട് സാങ്ഷനാക്കുകയാണ്. 3 കൊല്ലത്തെ ഫയൽ അവിടെ ഇരിപ്പുണ്ട്. 3 കൊല്ലത്തെ ഫയൽ അവിടെ ഇരിപ്പുണ്ടെന്ന് അറിയണോ. എന്നിട്ട് സാങ്ഷനാക്കിയിട്ട് അദ്ദേഹമാണെങ്കിൽ ഒരു എന്തോ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്നിട്ട് അവിടെ നിന്ന് വീൽ ചെയർ ഉന്തി അദ്ദേഹം ഈ ആദ്യം മുടക്ക് പറഞ്ഞ ആളിൻ്റെ അടുത്ത് വരും എന്ന് പറയും, സാങ്ഷൻ ആക്കിയിട്ടുണ്ട്, സെറ്റ് ചെയ്തേക്കാൻ പറയും. അപ്പോഴേ എന്നിട്ട് വില്ലേജ് ഓഫീസർ പോകും. അപ്പോൾ ഈ സൂപ്രണ്ട് പറയും, മാഡം എന്ത് ചതിയാണ്, നടക്കത്തില്ല, കാരണം നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫയൽ ഇങ്ങനെ ഇരിക്കണം കണ്ടില്ലേ, 3 കൊല്ലത്തെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവർ പോരും. അവർ അതിൻ്റെ പേരിലൊന്നും പറയാതെ നിൽക്കില്ല. എന്താ കാര്യം, ഉടമ്പടിയിലുള്ളവർ അധികം സംസാരിക്കത്തില്ല. നമുക്ക് അവരോട് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ സെൻറ്ററിലല്ലേ സാധനം പിടിക്കുന്നത്, അതെപ്പോഴും ഓർക്കണം നിങ്ങൾ. സെൻറ്ററിൽ പിടിപാടുള്ളവർ അധികം സംസാരിക്കത്തില്ല. അല്ലാത്തവർ മുഖ്യം മൂല്യം വായത്തൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് മനുഷ്യൻ്റെ വിഷമം അറിയാൻ പറ്റില്ല, കഷ്ടം ഞാൻ എത്ര പ്രാവശ്യം നടക്കണം, ഞാൻ ഒരൊറ്റ പെണ്ണല്ലേ, ഇങ്ങനെ ഈ മനുഷ്യന്മാർ വായത്തൊക്കെ വിളിച്ച് പറയുമല്ലോ. അങ്ങനെയൊന്നും വിളിച്ചുകൊണ്ട കാര്യമില്ല. ഉടമ്പടിക്കാർ ഉടമ്പടിയിൽ ഇരിക്കുന്നത് നമുക്ക് തന്നെ തോന്നുന്നത് നമ്മൾ ഉടമ്പടിയിലാണെന്ന്. അപ്പോൾ ഇവരൊന്നും മിണ്ടിയില്ല. കാര്യം എന്താണ്, അത് വേറെ സെൻട്രൽ ഓഫീസുണ്ട്, അത് മറിയത്തിൻ്റെ ഓഫീസിൽ ചെയ്യണ കാര്യമാണത്. ഇവർ ചെയ്യണമല്ലത്, അതവരോട് ചെയ്യും. അത് ചെയ്തിട്ട് മാത്രമേ റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എന്നിട്ട് അവർ കണ്ടു പോകുന്നു. പിറ്റേ ദിവസം ഇവരെന്ത് വെച്ചാൽ ഇവർ ആ ഉപ്പ് കൊണ്ടുവന്ന് ഈ റിസർവേ മാറിപ്പോയ സ്ഥലത്ത് കൊണ്ടുവന്ന് വിശ്വപ്രമാണം ചൊല്ലി അവർ കുർബാനയ്ക്ക് പോയി. കുർബാനയ്ക്ക് പോയി ഞായറാഴ്ച തിരിച്ചു വന്ന ശേഷം റിസർവേ മാറിപ്പോയ പുരയിടത്തിൽ കൊണ്ടുവന്ന് ഈ ഉപ്പ് വിശ്വപ്രമാണം ചൊല്ലിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സർവേയർ ഇവരെ വിളിക്കും. അത് ടൈം കണ്ട, ടൈം എന്താ ഇങ്ങനെ നിൽക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സർവേയർ വിളിക്കും, മാഡം നിങ്ങളുടെ നാളെ 11 മണിക്ക് നിങ്ങൾ ആ പുരയിടത്തിലുണ്ടാകണം, ഞാൻ അളക്കാൻ വരുന്നുണ്ടെന്ന്. നോക്കിയേ, ഇതാണ് ടൈം ഷോർട്ടണിങ് എന്ന് പറയണത്. ടൈം ഷോർട്ടണിങ്, സമയ ചുരുക്കം എന്ന് പറയും. മറിയം അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും തടുക്കാൻ പറ്റത്തില്ല. ഞാൻ തുറന്ന വാതിൽ ആരും അടക്കത്തില്ല, അടച്ച വാതിൽ ശ്രുതിയുടെ ഹല്ലേലൂയ. ആവേ മരിയ, ശ്രുതിയുടെ ഹല്ലേലൂയ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ ഈശോ തന്നൊരമ്മേ. യെശയ്യാ 22:22. യെശയ്യാ 22:22. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഇത് ഈശോയ്ക്ക് കിട്ടിയ അധികാരമാണ്, ദാവീദ് ഭവനത്തിന്റെ താക്കോല്. ആ അധികാരമാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ കൈമാറണത്. അമ്മ അവിടെ കൊണ്ട് ഒപ്പിട്ട് സമയം ആയില്ലെന്ന് പറഞ്ഞാൽ പോലും അമ്മ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആകാത്ത സമയം ആക്കിയെടുക്കും. എപ്പോഴും എൻ്റെ മക്കളോട് എനിക്ക് ആധിയോടും ഭീതിയോടും കൂടി പറയാനുള്ള കാര്യം, ഞാൻ പറയണത് ഏത് രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഇതിന് ഉടമ്പടിയുടെ ഒരു ജീവിതമുണ്ട്. അത് കുറച്ച് കാര്യം ഉടമ്പടി പ്രകാരം, കുറച്ച് കാര്യം തോന്നിവാസമായിട്ട് എടുക്കുക കഴിഞ്ഞാൽ ഉടമ്പടി ജീവിതമാകത്തില്ല. ഉടമ്പടി ഫുൾ ആൻഡ് ഫുള്ളായിട്ട് തന്നെ ഉടമ്പടി നിലപാടാണ്. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു നിലപാടാണ് ശരിക്കും.
ഒരു സമീപന രീതിയാണ്. എല്ലാം ഉടമ്പടി പ്രകാരം. അവർ സംസാരിക്കാതെ പോകുന്നത് എന്താണ്? അത് ഉടമ്പടി പ്രകാരമാണ്. കാര്യം അവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. ആ ദൈവത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിവിടെ മാനുഷികമായി സംസാരിക്കേണ്ട കാര്യങ്ങളില്ല. കാര്യം മാനുഷികമായി സംസാരിച്ച് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരൂപി ചേഞ്ച് ചെയ്യും. നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു ആത്മീയ ജീവിതമാണ്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമല്ല. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ധ്യാന ജീവിതമല്ല. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകൾക്ക് ആത്മീയത ഉണ്ടാകണം. പെരുമാറ്റത്തിലില്ലേ പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് അതിലെ മീൻസാണ്, മാർഗങ്ങളാണ്. അതൊക്കെ പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല, മാർഗമാണ്. ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ ലക്ഷ്യമാക്കി വെച്ചിട്ടുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യക്തി സുവിശേഷ വിഹിതമായ ജീവിതത്തിൻ്റെ കാലാവസ്ഥ ഭേദങ്ങളെ എങ്ങനെയാണ് സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യുന്നത്, അതാണ് ആത്മീയത. റോമ 8:9 ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ്. അപ്പം ദൈവാത്മാവ് വസിച്ചാൽ മാത്രമേ നമ്മൾ ആത്മീയരാകത്തുള്ളൂ. അതിൻ്റെ കാരണം വെച്ചാൽ അതുകൊണ്ട് ദൈവാത്മാവിനാൽ വസിക്കണമെന്ന് വെച്ചാൽ ദൈവാത്മാവ് നയിക്കപ്പെടുകയാണ്. നമ്മുടെ എന്തെങ്കിലും കാര്യം തീരുമാനിക്കുമ്പോൾ അത് നയിച്ചുകൊണ്ട് പോണത് ദൈവാത്മാവിനായിരിക്കണം, ലോകത്തിൻ്റെ ആത്മാവിനാലായിരിക്കരുത്. നിർഭാഗ്യവശാൽ നമ്മുടെ പല കാര്യങ്ങളും നയിക്കപ്പെടുന്നത് ലോകത്തിൻ്റെ ആത്മാവിനാലാണ്. ആരെ പറ്റിക്കാം, ഏത് രീതിയിൽ തരികിട കാണിച്ച് തട്ടിപ്പ് കാണിക്കാം, അതെല്ലാം ലോകത്തിൻ്റെ ആത്മാവിനാലാണ്. ദൈവികമായ കാര്യങ്ങൾ വരുമ്പോൾ കൊള്ളലാഭങ്ങളൊന്നും കിട്ടത്തില്ല. നമുക്ക് ബിസിനസ്സുകാരെല്ലാം ഇവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോകും. എന്താ കാര്യം? കൊള്ളലാഭം കിട്ടത്തില്ല. പറ്റിച്ചാലും വെട്ടിച്ചാലും അല്ലേ ആൾക്കാർക്ക് കൊള്ളലാഭം കിട്ടത്തുള്ളൂ. ഒന്നെങ്കിൽ സർക്കാരിനെ പറ്റിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പോണൻറ്റിനെ പറ്റിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സപ്ലൈസിനെ പറ്റിക്കണം. ആരെങ്കിലും പറ്റിക്കേണ്ടി വരികയില്ലേ? പറ്റിക്കാതെ തന്നെ ലാഭം ഉണ്ടാക്കണം. പറ്റിച്ചാണ് ലാഭം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് ലോകത്തിൽ അതിന് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനിയാകേണ്ട കാര്യമൊന്നുമില്ല. അത് ലോകത്തിലുള്ള എല്ലാവരും ചെയ്യണതാണ്. യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിയ എന്ത് പോക്കൃത്തോടെയൊന്നും കാണിക്കണ ഒരു പ്രശ്നമില്ല. ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് തോന്നണം നമ്മൾ ഉടമ്പടിയിലാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഈശോ ഒരു കഷ്ണം ചേർത്തത്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുക. അതാണ് സംഭവം. അതൊക്കെയാണ് കഷ്ണം ചേർത്തിക്കേണ്ടത്. കാര്യം ഇതെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകടം മറിയണ ഒറ്റ സാധനമാണ്. പക്ഷേ കേട്ട് ഒരു പ്രലോഭനം വന്നാൽ മതി. പ്രലോഭനം പറഞ്ഞെങ്കിൽ ഈ പ്രലോഭനം ഉണ്ടായി അതിനെ അടിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവനെ പ്രലോഭനവും കൊണ്ടുപോയിക്കൊള്ളൂ. ഇവൻ്റെ ഗുണവത പിന്നെ പ്രലോഭനമേ ഇവനെ ഉണ്ടാകത്തുള്ളൂ. ഒരു പ്രശ്നം അതാണ്. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒരുത്തൻ പ്രലോഭനത്തിൽ വീഴുന്നവനാണെങ്കിൽ സാമ്പത്തികമാകാം, അധികാരമാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം, വീഴുന്നവരാണെങ്കിൽ വീണുകൊണ്ടേയിരിക്കും. വീഴാത്തവരാണെങ്കിൽ വീഴത്തില്ല. എന്താണ്? പ്രലോഭനം വഴിമാറിപ്പോകും. അത് വ്യക്തിയാണ് തീരുമാനിക്കണത്. അതിനിപ്പോൾ നമ്മൾ ഇപ്പോൾ ചിലർ ധ്യാനം നടത്തില്ലേ, ചില പറയണേ ഇപ്പോൾ യോഗയൊക്കെ നടത്തിയാൽ നമുക്ക് മനസ്സിന് സമനില കിട്ടും. ഓക്കെ, അത് ഇല്ലെന്ന് ഞാനൊന്നും പറയണില്ല. പക്ഷേ ബൈബിൾ എന്താ അതിനെക്കുറിച്ച് പറയണത്? അങ്ങനെയുള്ള സമനിലയെ ആത്മീയതയായിട്ട് തെറ്റിദ്ധരിക്കുന്നതാണ് പറയണത്. അത് 1 തിമോത്തി 4:8 ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 1 തിമോത്തി 4:8 ശാരീരികമായ പരിശീലനം കൊണ്ട് ശാരീരികമായ ബ്രീത്തിങ് ഒക്കെ കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. കുറച്ച് പ്രയോജനമേ ഉള്ളൂ. എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. വരാനിരിക്കുന്ന ജീവിതത്തെ കണക്കിലെടുക്കാതെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതിനകത്ത് ആത്മീയത ഉണ്ടാകത്തില്ല. വരാനിരിക്കുന്ന ജീവിതത്തെ എന്താണ്? അവിടെ കണക്ക് കൊടുപ്പിക്കലാണ് അവിടുത്തെ മെയിൻ സംഭവം. ഓഡിറ്റിങ് നടക്കുന്നത് അവിടെയാണ്. വരാനിരിക്കുന്ന ജീവിതത്തെ സുവിശേഷവിഹിതമായി ഒരു ഗോസ്പൽ ഓഡിറ്റിങ് നിൻ്റെ ജീവിതം നടത്തി കഴിഞ്ഞാൽ സുവിശേഷവിഹിതമായി ഓഡിറ്റിങ് ഉണ്ടാകുമല്ലോ അവസാനം. ആ ഓഡിറ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നയിച്ച ജീവിതം ചിലപ്പോൾ അത് ആത്മീയ ജീവിതമാണെന്ന് പറയാൻ പറ്റത്തില്ല. അതെന്താ കാര്യം? ദൈവാത്മാവിനെ നയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമാണ് ആത്മീയ ജീവിതം എന്ന് പറയാൻ പറ്റണത്. എന്താണ് ഇതറിയണമെങ്കിലേ, ഇപ്പോൾ ഈശോ തന്നെ അപ്പോസ്തലന്മാരെ വിട്ടില്ലേ? ഒരു വിഷയം ലോകായികമായിട്ടും കൈകാര്യം ചെയ്യാം, ആത്മീയമായിട്ടും കൈകാര്യം ചെയ്യാം. ഉടമ്പടി ഇരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് 2 ഓപ്ഷൻസ് ഇല്ല, ഒരു ഓപ്ഷനേ ഉള്ളൂ.
ഇപ്പോൾ അപ്പോസ്തലന്മാർ വിട്ടപ്പോൾ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ഇപ്പോൾ സമറിയയിലേക്ക് അപ്പോസ്തലന്മാർ പോയി. അപ്പോൾ സമറിയക്കാർ പറഞ്ഞു നിങ്ങളെ വിടത്തില്ല. എന്താ കാര്യം? നിങ്ങൾ ജെറുസലേമിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ അപ്പോസ്തലന്മാർ എന്ത് ചെയ്യും? അവർ അവസാനം അപ്പോസ്തലന്മാരുടെ സ്റ്റാൻഡ് മറന്നിട്ട് പറയും കർത്താവിനോട് തിരിച്ചു വന്നിട്ട് അവർ ക്ഷോഭിക്കും. അതിനെന്താ ക്ഷോഭിക്കണത്? എന്താ പറയണത്? ഇവർ തീയും ഗന്ധകവും ഇറക്കി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ. അപ്പോൾ അപ്പോസ്തലന്മാരാണെങ്കിലും അത് ആത്മീയത അല്ല, ശരിക്കും അത് ലൗകികതയാണ് അല്ലേ? അത് 9:25 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം ലൂക്ക 9:54. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ നശിപ്പിക്കട്ടെ എന്നല്ല പറയണത്. അപ്പം നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടാകും, പറയും ദൈവമേ എന്തുമാത്രം ആൾക്കാരെ മണ്ടിയിടിച്ച് ചാകണം, ഈ ശവം ഇപ്പോഴും കുത്തിയിരിക്കാനുള്ള പറയാം. അത് മതി. അവരോട് ഉടമ്പടി അവിടുത്തെ ബ്രേക്കായി, നിങ്ങളുടെ ഉടമ്പടിയുടെ കാര്യത്തിൽ തീരുമാനമായി. വയ്യാവേലികൾ വഴിയെ പോണവർ വന്ന് ഉടമ്പടിക്കാത്ത എടുക്കുമ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കേണ്ട കാര്യം അതാണ്. നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു നിലപാടുകാർക്ക് ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ പിശാചമായിട്ടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആരുമായിട്ടാണ്? ദൈവമായിട്ടാണ്. അമ്മയുടെ മധ്യസ്ഥത. ആ ഒരു ബോധം ഉണ്ടാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ബ്രേക്കാകാതിരിക്കും. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്? നമ്മൾ പോണ കാര്യം നമ്മുടെ ഈഗോ അനുസരിച്ച് സാധിക്കുകയല്ല. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഉടമ്പടി ബ്രേക്കാകരുതെന്നുള്ളതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. എന്താണ്? ദൈവവും നമ്മളും തമ്മിലുള്ള ഉടമ്പടി ബ്രേക്ക്. അതുകൊണ്ടാണ് അവർ ഇത്രയുമൊക്കെ ശാഠ്യം പിടിച്ച് പറഞ്ഞെങ്കിലും ഒരു വാക്ക് പോലും ആ മനുഷ്യനോട് പരാതി പറയാതെ അവർ തിരിച്ചു പോരാൻ കാര്യം എന്താണ്? അവർ ഉടമ്പടിയിലായതുകൊണ്ടാണ്. ഇപ്പം ഈശോ പറഞ്ഞില്ലേ 9:56 എടുത്ത്, അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. മറ്റൊരു ഗ്രാമത്തിലേ ഉള്ള സംഭവം. അപ്പോൾ ഈശോ അടുത്ത് ആ വിഷയം വന്നപ്പോൾ ഈശോ ആത്മീയമായിട്ടാണ് കൈകാര്യം ചെയ്തത്. അപ്പോസ്തലന്മാരത് ജഡികമായിട്ട് കൈകാര്യം ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയാണോ അല്ലയോ എന്ന് പറയണത് ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. പിടികിട്ടിയ നിങ്ങൾ ഉടമ്പടിയിലാണോ അല്ലയോ എന്ന് ദൈവം തീരുമാനിക്കണത് നിങ്ങളുടെ വർക്ക്ഷോപ്പിലോ വർക്കിലോ സ്കൂളിലോ ഓഫീസിലോ നിങ്ങളൊരു വിഷയം വന്നപ്പോൾ അതെങ്ങനെയാണ് ജഡികമായിട്ടാണോ ലൗകികമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ലൗകികമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉടമ്പടിക്ക് പുല്ലുവില കൽപ്പിക്കണത്. ദൈവം ഉടമ്പടിക്ക് നിങ്ങൾ പുല്ലുവില കൽപ്പിക്കണം. പിന്നെ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് താല്പര്യമെടുക്കേണ്ടത്? താല്പര്യമെടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഉടമ്പടി നീണ്ടു പോണത്. അത് വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാം. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകൾ ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കൊച്ചു ജീവിതത്തെ ഇത്ര നല്ല ദൈവത്തോടും എന്തു ചെയ്തു നന്ദി ചൊല്ലേണം. എന്റെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേൽക്കുക. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ഉടമ്പടിയിൽ അയക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിൽ തുടരുകയാണ്. ഉടമ്പടി എനിക്ക് എന്ത് നൽകിയെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതാണ്, ദൈവതിരുസനെ ധൈര്യത്തോടെ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ ഉടമ്പടി എന്നെ സഹായിച്ചു. ഭൗതികമായ നേട്ടങ്ങളിലൂടെ എന്നെ സഹായിച്ചു എന്നല്ല പറയണത്. അപ്പം ദൈവമാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. ദൈവതിരുസന്നിധിയിൽ ധൈര്യത്തോടെ കണ്ണുകൾ ഉയർത്തി നിൽക്കുവാൻ ഉടമ്പടി എന്നെ സഹായിച്ചു. പുതിയ കാലത്തെ പ്രാർത്ഥനാ ജീവിതമാണ് ഉടമ്പടി. 1 Corinthians 13:8 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 Corinthi
ഇത്രയും വലിയ സാക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരാൻ ഇനിയും കുറേ സാക്ഷ്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയപരിമിതി ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ്. അത് തുടരെ എല്ലാ മാസവും ആവർത്തിക്കുന്ന സാക്ഷ്യങ്ങളാണ്. ദൈവം നേരിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു ജീവിതമാണ്. അതിൻ്റെ കാരണം ദൈവത്തെ അവർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. എന്തിനാണ് ശ്വസിക്കണതെന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാനെന്നാണ് മറുപടി. എന്തിനാണ് ശ്വസിക്കണമെന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ. എല്ലാവർക്കും ഇത് പറ്റത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. മനുഷ്യന്മാർ ബോധപൂർവമായ ശ്രമം വന്നാൽ ദൈവം നമ്മളെ സഹായിക്കും. കർത്താവേ, ഓരോ ദിവസവും ഉടമ്പഴ പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ ഞങ്ങളെ അങ്ങ് ദൈവാനുഭവത്തിൻ്റെ ശ്രീകോവിലേക്ക് നീ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തുകയാണ്. ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥന കൂടുന്നവരും ഉടമ്പടി പ്രാർത്ഥന കൂടുന്നവരെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ഈശോ 39 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ മാരകരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ഹല്ലേലൂയ. സദയത്തോടെ സുഖമായി എന്നെ അരികിൽ സദയത്തോടെ സുഖമായി എന്നെ. കർത്താവേ, അനേക മക്കൾ ഈ പ്രഭാതത്തിലെ ഇന്നലെ മുതൽ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. ഈശോയെ, ഈ ആരാധന ഇന്നത്തെ ശുശ്രൂഷയിലും കൂടുവാൻ അതായത് നാട് വിട്ടു പോന്ന് അങ്ങയുടെ തിരുസന്നിധി നിൽക്കുന്നവരുണ്ട്. വെളുപ്പിനെ എഴുന്നേറ്റ് ധൃതി പിടിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ പരക്കം പാഞ്ഞെത്തിയവരുണ്ട്. ഈ ആരാധന കൂടുന്നവർ, ഓൺലൈനിലേക്ക് കൂടുന്നവരുണ്ട്. അവരെല്ലാവരെയും നിൻ്റെ തിരുസന്നിധി കൊണ്ടുവരുന്ന ഈശോയെ, ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഈ ആഴ്ച, ഈ മാസം വെച്ചിട്ടുള്ളത്, കഴിഞ്ഞ മാസം വെച്ചത്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം വെച്ച നിയോഗങ്ങൾ, അതിന് മുമ്പ് വെച്ച നിയോഗങ്ങളെല്ലാം ഇപ്പോഴും പരിശുദ്ധ അമ്മ ദേവമാതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളെയും വേദനിക്കുന്ന മക്കളുടെ മേലെ ദൈവത്തിൻ്റെ കാരുണ്യം, മാരക രോഗങ്ങൾ, തീരാവേദികളും, ജീവിത ദുരിതങ്ങളും, സാമ്പത്തിക കെടുതികളും, ജപ്തി നടപടികളും, വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങളും, ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ അഡ്മിഷനും, അതുപോലെ തന്നെ പരീക്ഷകളും ഇൻ്റർവ്യൂവിൻ്റെ ഫലങ്ങളും, ഇങ്ങനെ ജോലി തടസ്സങ്ങളും, വിസയുടെ പ്രോസസ്സിങ്, അതുപോലെ ഉണ്ടായ തടസ്സങ്ങൾ, ഇങ്ങനെ മനുഷ്യനെ നിൽക്കുന്ന നാനാജാതി വിഷമതകളിൽ നിന്ന് യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ മറിയത്തിന് മധ്യസ്ഥത നിങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പങ്ങളുള്ളവർ, മാതാപിതാക്കന്മാർ ആധിപതിക്കുന്നവർ, അമ്മമാർ രാത്രിയും കണ്ണുനീരോടെ കിടക്കുന്നവരെ അവിടെ വയറിലങ്ങ് സ്പർശിക്കണമേ. അടിപ്പിടർ പോലെ പൈതാക്കാലം ദൈവികമായ ശക്തി ആ ഗർഭിണികളെ സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ശ്രുതികട്ടെ. ഹല്ലേലൂയ.
നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ് അങ്ങനെ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ അങ്ങനെ അവകാശം ഓഹരിയ മക്കളുടെ മേലെ അങ്ങനെ കാരുണ്യം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോലിയില്ലാത്തവർ, കടകമ്പോളങ്ങൾ നടത്തിക്കൊണ്ട് കർത്താവ് കച്ചവടം ഇല്ലാതെ വിഷമിക്കുന്നവർ, ജോലിയില്ലാത്ത കർത്താവ് വേണ്ടത്ര വരുമാനം കിട്ടാത്ത മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ആ മേഖല വീട്ട് മൃഗങ്ങളെയും അതുപോലെ തന്നെ ജീവികളെയും വളർത്തിക്കൊണ്ട് നിസ്സാര വരുമാനത്തിൽ ജീവിക്കുന്നവർ, അവരെല്ലാം അതിൽ രോഗികളായിട്ടുള്ളവർ, ഇങ്ങനെ വീടില്ലാത്തവർ, വീട്ടിലേക്ക് വഴിയില്ലാത്തവർ, വെള്ളം കയറി കിടക്കുന്നവർ, പൊറുക്കാൻ പറ്റാത്തവർ, കൊതുകിൻ്റെ കടികൊണ്ട് എല്ലാ സമയത്തും വിഷമം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ. അവർക്ക് പുതിയ ജീവിതം നൽകണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തി ഇറങ്ങേണ്ട. ശ്രുതികട ഹല്ലേലൂയ. കർത്താവെ, പഠിക്കാനുള്ള കുഞ്ഞുങ്ങൾ, കർത്താവെ, പഠിക്കുന്നതിന് ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത മക്കളുണ്ട്. ഇപ്പോഴും അഡ്മിഷന് വേണ്ടി വേദനിക്കുന്ന മക്കളുടെ അഡ്മിഷന് വേണ്ടി വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. കർത്താവ്, വിസ പ്രോസസ്സ് ചെയ്ത് കിട്ടാത്തവരുണ്ട് ഈശോയെ. വിസ കർത്താവ് പുതുക്കി കിട്ടാത്തവരുണ്ട് ഈശോയെ. അങ്ങനെ ഓരോരോ തരത്തിലുള്ള ഓവർസീസിൽ വർക്ക് ചെയ്യുന്നവരും പഠിക്കുന്നവരും കുഞ്ഞുങ്ങളുടെ വിഷമതകൾ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഈശോയെ. വസ്തു ജപ്തിയായി പോയവർ, അതുപോലെ ലേലത്തിലായിപ്പോയവർ, കർത്താവെ, ഓരോരോ തരത്തിൽ വേദന അനുഭവിച്ചുകൊണ്ട് വൈവാഹിക തടസ്സമുള്ളവർ, മക്കളില്ലാത്തവർ, ഭവനരഹിതർ, ഇങ്ങനെ ജോലി തടസ്സമുള്ളവർ, ഇങ്ങനെ ഓരോ തരത്തിലും മറ്റുള്ള ഭീഷണിക്കും കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്ന ഭർത്താക്കന്മാർ, അകന്ന് താമസിക്കുന്നവർ, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, മക്കളില്ലാത്തവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികടലേ പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ മാസം 25-ാം തീയതി നടക്കുന്ന മഹാജപമാല റാലി കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ റാലി പങ്കെടുക്കുന്ന എല്ലാവർക്കും ആത്മീയമായ അഭിഷേകവും ദൈവികമായ കൃപയും ആത്മീയ ശക്തികളും സംഭവിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അനുകൂലമായ കാലാവസ്ഥകൾ, ആ ദിവസങ്ങളിൽ അനുകൂലമായ കാലാവസ്ഥകൾ ദൈവം നൽകുന്നതിന് വേണ്ടിയും അപകടങ്ങളൊന്നുമില്ലാതെ ഒരു കുഞ്ഞിനെ പോലും ചെറിയ പരിക്ക് പോലും ഏൽക്കാതെ അത് പരിപൂർണമായ ദൈവകൃപയിൽ അവസാനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒക്ടോബർ മാസം 25-ാം തീയതി നടക്കുന്ന ജപമാല റാലിയോട് അനുബന്ധിച്ച് പല രാജ്യങ്ങളിലും ഉള്ള കൃപാസനം കൂട്ടായ്മകൾ, അതുപോലെ തന്നെ ധ്യാന കേന്ദ്രങ്ങൾ ഒക്കെ ജപമാല റാലി നടത്തുന്നുണ്ട്. ചിലർ 25-ാം തീയതി തന്നെ നടത്തുന്നത്, ചിലർക്ക് അമേരിക്കയിലേക്ക് നേരത്തെയാണ് നടത്തുന്നത്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലുമുള്ള കൃപാസന അഖണ്ഡ ജപമാല റാലികളെ, അത് സംഘടിപ്പിക്കുന്നവരെ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ, അത് പങ്കെടുക്കുന്നവരെ, അവരുടെ വീഡിയോ എല്ലാം അച്ഛന് അയച്ചു തരുന്നുണ്ടവരെ കൂടുതൽ തെളിമയുള്ള നല്ല ശുശ്രൂഷകൾ നടത്തി ആ സ്ഥലങ്ങളിൽ ഭൂമിയെ മുഴുവൻ ജപമാല കൊണ്ട് ശക്തിപ്പെടുത്തുകയും ഭൂമിയെ മുഴുവനും പ്രപഞ്ച ശക്തിയുടെ മാതാവായ മധ്യസ്ഥയായ പരിശുദ്ധ മറിയത്തിന് ഭൂമിയെ മുഴുവൻ ഏൽപ്പിക്കുന്നത് കൊണ്ടാണ് കൃപാസനം ഭൂമി മുഴുവനും വിവിധ രാജ്യങ്ങളിൽ ജപമാല നടത്തുന്നത്. അങ്ങനെ ജപമാല നടത്തുന്ന എല്ലാവരെയും, ആ ജപമാല നടത്തിക്കൊണ്ട് എന്നെ സംഘടിപ്പിക്കുന്നവരെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പങ്കെടുക്കുന്നവരെയും പരിശുദ്ധയുടെ നീല മേലങ്കയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാ നിറവിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഫ്രാൻസിലും റോമിലും അതുപോലെ തന്നെ അമേരിക്കയിലും കാനഡയിലും ഒക്കെ നടത്തിയുള്ള ജപമാല റാലിയുടെ ഈ ദിവസങ്ങളിൽ നടത്തിയ ജപമാല റാലിയുടെ ഫോട്ടോ അച്ഛനെ അയച്ചു തന്നിട്ടുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഈ ആരാധന ഓർക്കുകയും
നടത്തി കഴിഞ്ഞവരെയും ഈ സമയത്തെല്ലാം നന്ദിയോട് അനുസ്മരിക്കുകയും അവരെ ഈശോയുടെ നാമത്തെ അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ.